നീ ഇവിടെ നിന്ന് കഴിഞ്ഞ വർഷത്തെ 2-3 കലണ്ടർ ഒപ്പിക്കുക. ഞാൻ പട്ടം ഉണ്ടാക്കി തരാം. പട്ടം മുന്നോട്ട് മേടിച്ചിട്ടേ നമുക്കില്ല കുന്നിന്റെ മണ്ട പോയിരുന്നു ഇവിടെ പറന്നു പോവും. ഉണ്ടാക്കാറിയാമോ? എന്ത് ചോദ്യം ദോശയാ? വേണ്ട മതി. നീ 2 കഴിച്ചുള്ളൂ. അത് നിർത്തി. ഇതെന്തിനാ മഴപ്പൂതാണല്ലേ? മോനിട്ടേ കിട്ടെ എനിക്കിട്. എന്തിടാ മതിയായോ അപ്പൊ ദോശ തീറ്റയൊക്കെ? വിശപ്പ് കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ളൊരു കഷായം കഴിക്കുക. മൊത്തത്തിൽ ആർത്തി കൂടുതലാന്നൊരു വർത്താനം കേൾക്കുന്നത്. അതുകൊണ്ട് കഴിപ്പ് കുറയ്ക്കാണ്. ഭയങ്കര അതിന്റെ ഒരു സാധനം എഴുതുന്നുണ്ട് വൈദ്യര്. രാവിലെ 1 ഗ്ലാസ് വെള്ളം വായിക്കൊണ്ട് 1 മിനിറ്റ് ഇരിക്കണം. അത് കഴിഞ്ഞിട്ട് ബ്രഷ് ചെയ്യുക, പ്രാഥമിക കർമ്മങ്ങളും ചെയ്തിട്ട് 1/2 ഗ്ലാസ് തേയില വെള്ളം മധുരമില്ലാതെ. പിന്നെ 10 മണിയാവാതെ ഒരു ആഹാര സാധനങ്ങൾ തുടരുത്. ചപ്പാത്തി ആണെങ്കിലും പൊറോട്ട ആണെങ്കിലും ഇതാണെങ്കിലും 2 എണ്ണം. ഉച്ചയ്ക്ക് 1/2 കപ്പ് ചോറ്. പക്ഷെ കറികൾ എത്ര വേണമെങ്കിലും കഴിക്കാം. റൊണാൾഡോ നിന്നെ കൊണ്ട് പറ്റുമോ? ഈ ഡയറ്റ് ഒരു പയറ്റിലൂടെ തടി കുറച്ച് സ്ലിം ആയിട്ട് ഈ പരുവത്തിൽ വന്നൊരു നിപ്പടിങ്ങൾ ശൈലി പുഷ്പശൈലി വേണ്ടല്ലോ. ഞാൻ ചുടണില്ല. ചേച്ചി പട്ടം ഉണ്ടാക്കണം. ഇത് നോക്കിയേ ചേച്ചി, ആ ജഗതിയുടെ അവിടെ എവിടെയുള്ള ഒരു കൊച്ചാണ് ചികിത്സാ സഹായം ഹൃദയവാൽവിന് സർജറി വേണമെന്ന്. പാവല്ലേ? അയ്യോ അറിയാമോ ചേച്ചിക്ക്? എടി നീ കണ്ടിട്ടുണ്ട്, ഈ ഫോട്ടോയിൽ കണ്ടിട്ട് മനസ്സിലാവാഞ്ഞിട്ടാ. എടി അപ്പൊ ഒക്കൊന്നും ഇല്ലാത്തൊരു സരള ചേച്ചിയില്ലേടി? ആ പാലത്തിന്റെ അവിടെ അങ്ങ് ഇറങ്ങുമ്പോ ഉള്ള വീട്ടിലാ, ഓടിട്ട വീട്ടില്. നമ്മളെവിടെ കണ്ടായിരുന്നല്ലോ. എവിടെ വെച്ചിട്ടുണ്ടായിരുന്നു? അതിന്റെ മോനാണോ? അയ്യോ അതിന്റെ കൊച്ചിന് പാടില്ല. ദൈവമേ. ഇതോ ഈ കൊച്ചിന് വയ്യാത്തന്റെ പേരിലാണ് 2 പേരുടെ ഇപ്പൊ കണ്ണീര് ഒഴിക്കാൻ നിൽക്കുന്നേ. ഇത് പക്ക ഉടായ്പ്. ഈ കൊച്ചിന്റെ നന്ദ ഇതിന്റെ പേര് പൈസ അടിക്കാൻ വേണ്ടിട്ട് ചെയ്യുന്നതാണ്. എടാ പോടാ, എനിക്ക് ഇവിടെ അറിയാവുന്നേ. തങ്കച്ചേട്ടത് ഞാനും കണ്ടിട്ടുണ്ട്. ഇത് ഉടായ്പാന്ന് പിന്നെ എന്തെല്ലാം ഉടായ്പയുടെ പൈസ ഓരോരുത്തർ ഉണ്ടാക്കുന്നുണ്ട്. നിനക്ക് അതിന് അറിയാവോ? ഇത് ഞാൻ റോഡിൽ വെച്ച് അറിഞ്ഞ കാര്യമാണ്. അങ്ങനെയൊന്നും ചെയ്യത്തൊന്നുമില്ല. തോന്നിയവാസം പറയരുത് കേട്ടോ. അത് നമുക്ക് ഇവിടെയൊക്കെ എല്ലാവരുടെയും ഫോണിൽ വരുന്നുണ്ടാവും. തട്ടിപ്പിന് എന്തൊക്കെ മുഖങ്ങളുണ്ടെന്നറിയാം. ഈ കൊച്ചു കാലത്ത് എന്തെല്ലാം സംഭവിക്കുന്നുണ്ടെന്ന് ഞങ്ങൾക്ക് അറിയാം. പക്ഷെ ഇതല്ല, ഇത് നമുക്ക് അറിയാവുന്ന ആൾക്കാരാണ്. ഈ അപ്പുറത്തുള്ള ആൾക്കാർ നുണ പറയുക. അറിയാൻ പാടില്ലാത്താണെങ്കിൽ ഓക്കെ, ഇത് അറിയുന്ന ആളുകളല്ലേ. ആ തന്ത എനിക്കറിയാം. അയാൾ ഇവിടെ പൈസ അടിക്കാൻ വേണ്ടി മാത്രം ചെയ്യുന്ന സംഭവം. റൊണാൾഡേ, പിള്ളേർക്ക് എന്തെങ്കിലും വന്ന അവരുടെ വേദന നമുക്ക് അറിയാവുന്നതാ. ദൈവദോഷം പറയല്ലേ, നീ നാക്ക് പുഴുത്തു പോകും. വേണ്ട, അത് ഞാൻ പറഞ്ഞു. സ്വന്തം മക്കൾക്ക് വേണ്ടി ആരും ഇങ്ങനെ എങ്ങനെയൊന്ന് പറഞ്ഞു മനസ്സിലാക്കണ്ട. മേലായ വർത്താനം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയാം കേട്ടോ. ഞാൻ പോണേച്ചി. പാവ അവരുടെ വിഷമം എന്തായിരിക്കും? ഓടുന്നു ഒന്ന് പോറോ റൊണാൾഡോ അങ്ങോട്ട്. വിശ്വസിക്കണ്ട. ഓരോ തോന്നിയവാസം പറയണതേ. നിന്റെ അമ്മയ്ക്ക് എന്നെ കുതിര കയറാനുള്ളതായിട്ടുണ്ട്. പൈസക്ക് വേണ്ടിട്ട് നീ അങ്ങനെയായിരിക്കും. അതുകൊണ്ടാ നിനക്ക് അങ്ങനെ തോന്നണേ. എന്തുകൊണ്ട് ഇത് പറഞ്ഞില്ലേ എന്ന് ഞാൻ ആലോചിച്ചോണ്ടിരുന്നേ. പറഞ്ഞില്ല, പറയാതിരിക്കണ എങ്ങനെയാ? നീ അങ്ങനെ ചെയ്യുമെന്ന്. അല്ലാതെ ഇങ്ങനെ ആരാ ചിന്തിക്കുന്നത്? ഞാൻ ഇന്റർനാഷണൽ ഫ്രോഡാണല്ലോ ഇതെല്ലാം ചെയ്യാം. കഴിച്ചിട്ട് എന്നിട്ട് പോടാർക്കാടുന്ന്. എലിപ്പണ്ണേ, എലിപ്പണ്ണ ഞാൻ പറഞ്ഞു ഒന്ന് വിശ്വസിക്കില്ല. കറക്റ്റ് കാര്യ പറഞ്ഞത്. ആ കൊച്ചിന്റെ പേര് അങ്ങേര് പൈസ മേടിച്ച് ലാവിഷായിട്ട് നടക്കുക. സത്യം. അച്ചാച്ചനോടും ഞാനും ചേച്ചി മാറി മാറി പറയുന്നുണ്ട്, വെറുതെ ഊഹിച്ച ഓരോ കാര്യങ്ങൾ പറയരുതെന്ന്. ജീവിക്കട്ടെന്ന്. ഇത് ഊഹിച്ച് പറയുന്നില്ല, സത്യമായ കാര്യം ഒന്ന് പറയൂല്ലോ. ഈ സത്യമായിട്ട് പറഞ്ഞിട്ട് അച്ചാച്ചനല്ല CBI ഓഫീസർ അല്ല SBI മാനേജർ. അറിഞ്ഞ കാര്യം ഞാൻ മാത്രമല്ല, കമ്പോളം മുഴുവൻ ഇക്കാര്യം ചർച്ചയാ. ഈ ചർച്ച ചെയ്യുന്നത് കാര്യം സത്യമാണോ? സത്യമായിട്ടുള്ള കാര്യം. അതുകൊണ്ടല്ലേ ഞാൻ വന്ന് പറയുന്നത്. എനിക്ക് അത്ര വിശ്വാസമില്ല. എനിക്കും വിശ്വാസമില്ല, ചേച്ചിക്കും വിശ്വാസമില്ല. തങ്കച്ചേട്ടത് വിശ്വസിക്കേണ്ട. പക്ഷെ കഴിഞ്ഞില്ലേ ഇത് കഴിഞ്ഞില്ലേ? നിന്നോട് എന്താ പറഞ്ഞത്? എന്താ പറഞ്ഞത്? ഒന്നും മനസ്സിലാക്കൂല. അവനവന്റെ കൊച്ചിന്റെ കാര്യം നോണ പറഞ്ഞ് ആരെങ്കിലും പൈസ മേടിക്കോടാ? ചേച്ചി പുറകെ നടന്ന് പറയൂ ചേച്ചി. എനിക്കറിയാവുന്ന സത്യങ്ങളാണ് സുഹൃത്തുക്കളെ ഞാൻ നിങ്ങളടുത്ത് ഷെയർ ചെയ്തു. നീ പോയി കണ്ടിട്ടുണ്ടോ? ഇല്ല. പിന്നെ നീ നിനക്ക് ഇത്ര ഉറപ്പല്ല? ഇത് നുണയെന്ന് ഒരാളല്ല 9 പേരോട് ഇതുവരെ പറഞ്ഞു. അച്ഛനെ പോലത്തെ 9 എണ്ണങ്ങളായിരിക്കും. എന്റെ കൂട്ടുകാരെ
പൊയ്ക്കോടാ. ഇനി കമാന്നൊരു അക്ഷരത്തിനെ പറ്റി പറഞ്ഞേക്കരുത്. ചേട്ടോ ഇത് അറിഞ്ഞ കാര്യം വന്ന് ഇനിയിപ്പോ നാളെ ലോകം ഇടിഞ്ഞു വീണാലും ഇങ്ങോട്ട് ഞാൻ വന്ന് പറയത്തില്ല. പറയണ്ട. ഇങ്ങനത്തെ നൊണ്ണാച്ചി ഞങ്ങളോട് ഒന്നും പറയണ്ട. നോണയോ? ഇനി പറഞ്ഞ ഏട്ടൻ വരുമ്പോ പറയും. വേണ്ട, ഞാൻ നിങ്ങളോടൊന്നും പറഞ്ഞിട്ടുമില്ല, ഞാൻ നിങ്ങളെ കണ്ടിട്ടില്ല. ഞാൻ ഇന്ന് രാവിലെ 10 മണിക്ക് ചത്ത്. സന്തോഷമായല്ലോ. എന്തായാലും ഇത് കണകന്റെ കയ്യിൽ നിന്ന് 2 അടി മേടിച്ചു തന്നിട്ടുള്ള കാര്യം. അടിയല്ല, വഴക്ക്. ഞാനൊന്ന് പറയണമെന്ന് വിചാരിച്ചിരിക്കുവായിരുന്നു. അതും കൂടി എടുക്കടി. അതെടുക്കാൻ പോവാ. എല്ലാരും വേണ്ട, മഴ ഇതിന്റെ ഈ പിന്നെ കവർ ഇതൊന്ന് മാറ്റണം ഏട്ടാ. അതൊക്കെ കേറി പറഞ്ഞ പോയല്ലേ. ഒരു പോലീസുകാരന്റെ വീടാ എന്റെ പൊന്നോ. പോലീസുകാരന്റെ വീട്ടിൽ ഇതില് നല്ലതാ ഞങ്ങളുടെ രാഷ്ട്രീയക്കാരന്റെ വീട്. ഒരു കുഴപ്പമില്ല. ഇതെടുക്കാനും പറ്റണില്ല. വേണ്ട, എല്ലാവരും എടുക്കണടി. എല്ലാവരും എടുക്കണ്ട. എടുക്കാൻ പറ്റൂല്ലോ. ഇതെടുക്കാൻ പറ്റുന്നില്ല. അതോടെ ഇരിക്കണ്ട. വന്നു എന്നാലും അവിടെ നിന്ന് എഴുന്നേക്കരുത് കേട്ടോ. എനിക്കത് ഇടാ അവിടെ. മതി, അതും കൂടെ എടുക്കട്ടെ. ആ സാധനം വന്ന് ആദ്യം കഴിയേണ്ടത്. ഇവൻ ഇരുന്നിരുന്നിരുന്ന് വിയർപ്പതിന്. ഇതിന്റെയോ? അത് കഴിഞ്ഞ പ്രാവശ്യം കഴുകിട്ടേക്ക് തന്നെ. ഏതാണ്? ഈ ചാരുകസേരയുടെ തുണി. അത് കഴുകിയായിരുന്നു ചേച്ചി ഞാൻ കഴിഞ്ഞ ദിവസം. ഒക്കെയല്ലേ ചുമ്മാ കുറ്റപ്പെടുത്തിയാൽ മതിയല്ലോ. കാര്യം പറഞ്ഞ കുറ്റപ്പെടുത്താന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? അത് മണ്ണിലാ കിടക്കണേ. എവിടെ പറ്റുവാണ്? പറമ്പൊന്നും മണലും കൊണ്ടുവന്നാൽ കുഴപ്പമില്ല. ഇത് റോഡൊന്നും എടുത്തു. വാടാ. തക്കുടുവിന് ബാറ്റ് വെട്ടെ മടല് വേണമെന്ന് പറഞ്ഞത്. പറമ്പ് കിടപ്പുണ്ടല്ലോടാ. അല്ല, ഇത് കുറച്ചുകൂടെ വീതിയല്ലേ. എന്താടാ കാണിക്കുന്നത്? അതല്ല എവിടെ പോയെന്ന് വെച്ചോ ഇങ്ങനെ. അത് ഒരു പ്രാവശ്യം ആക്കിയാ പോലെ 3-4 പ്രാവശ്യം ഇങ്ങനെ ആക്കണത്തിന്. രണ്ടുപേരും 2-3 പ്രാവശ്യം ചോദിച്ചു. അത് നീ ആക്കിയ കുഴപ്പമില്ല, പിന്നെ ഇവരെന്തിനാക്കിയത്? അതും ചിലപ്പോ എന്താ പറഞ്ഞത് മനസ്സിലാവാത്തോണ്ടായിരിക്കും. എന്തോടാ കിടന്നുരുളുന്നത്? ഞാൻ പറയാടാ. എടാ, മറ്റേ ജഗതി സ്കൂളിൽ പഠിക്കുന്ന ഒരു കൊച്ചുണ്ട്. അതിന്റെ അമ്മ എന്റെ കൂട്ടുകാരി. വലിയ കൂട്ടൊന്നും അല്ല, വലിയ ഒരുമിച്ച് പഠിച്ച കാര്യം അങ്ങനെ ഒരാളുണ്ട്. ആ കാര്യം പറഞ്ഞതല്ല. അപ്പൊ ആ കൊച്ചിന് സുഖമില്ലാത്ത കൊച്ചാ. ഇന്ന് ഇവളുടെ ഫോൺ നോക്കിയപ്പോ അതിനകത്ത് ഇങ്ങനെ ആ കൊച്ചിന് ചികിത്സക്ക് വേണ്ടിയിട്ട് സഹായം ചെയ്യണോന്നും പറഞ്ഞ് ഇങ്ങനെ ഇട്ടേക്കുന്ന കണ്ട്. അത് കണ്ടപ്പോ മുതൽ ഇവന് തുടങ്ങിയതാ. അത് വെറുതെ കള്ളത്തരവാണ്, അവർക്ക് പൈസ കിട്ടാൻ വേണ്ടിട്ട് അവര് ആ കൊച്ചിന്റെ അച്ഛൻ കള്ളു കുടിക്കാൻ വേണ്ടിട്ട് വെറുതെ അങ്ങനെയാണ് ഇതാണെന്ന് പറഞ്ഞിട്ട് സ്വന്തം പിള്ളേരുടെ കാര്യത്തിൽ ആരെങ്കിലും അങ്ങനെ ചെയ്യൂ? നിനക്കെന്താ കുഴപ്പം? നീ എന്തെങ്കിലും സഹായിച്ച? നമ്മൾ ആരെങ്കിലും സഹായിക്കുന്നുണ്ടോ? ഇല്ലല്ലോ. പിന്നെ ആരെങ്കിലും ഒക്കെ സഹായിച്ച് എങ്ങനെയെങ്കിലും അവര് പഠിച്ചു പോട്ടെ. ഞാനും അത് തന്നെ കൊച്ചിന്റെ കാര്യമല്ലേ നമ്മളാ സഹായിക്കുന്നു. ഞാൻ അത് എന്റെ കഴിഞ്ഞിട്ട് പറഞ്ഞല്ല. പിന്നെ വർക്ക്ഷോപ്പിൽ ഇങ്ങനെ പണിക്കാര് വന്നപ്പോ ഇങ്ങനെ പോസ്റ്റ് കണ്ടോണ്ട് അവരിന്ന് പറയുന്നത് കേട്ടോ. അവര് പറഞ്ഞ് നീ കേട്ടു. നിനക്ക് എന്റെ യഥാർത്ഥം അറിയാമോ എന്താണെന്നുള്ളത്? അന്വേഷിച്ചാ നീ എവിടെയെങ്കിലും ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കേട്ട് പറഞ്ഞുകൊണ്ട് നടക്കും. അവസാനം അന്വേഷിച്ച് വരുമ്പോ ഞാനല്ല എന്ന് പറഞ്ഞു പോകും. അതായത് തങ്കച്ചേട്ടത്തിന്റെ കൂട്ടുകാരിയാണ് ഞാൻ ഇങ്ങനെ അറിഞ്ഞ കാര്യം പറഞ്ഞു. അവളറിഞ്ഞില്ലല്ലോ. ഞാനൊന്നും അറിഞ്ഞില്ല. ആ പെണ്ണില്ല, ആ കൊച്ചിന് വയ്യാത്തതാന്നേ. അല്ല, സ്വന്തം മക്കളുടെ കാര്യം വെച്ച് ആരെങ്കിലും വില വീശുവോ? കമ്പോളത്തിലുള്ളൊരു പൊതുവെ ഉള്ളൊരു കമ്പോളത്തിൽ ചർച്ച ഒന്നില്ല അവിടെ കേട്ടിട്ട് വിട്ടേക്ക്. ഇവിടുന്നൊക്കെ ഇരുന്ന് കിട്ടണ അത് പൊടിപ്പ് നമ്മളെ കുറിച്ച് അവിടെ നിന്ന് കിട്ടണം, അവിടെ കളയണം. ഇവിടെ കൊണ്ടുവരരുത് കേട്ടാ. ചുമ്മാ ആവശ്യമില്ല. അത് ഇങ്ങോട്ടിട്ടാ ഉണങ്ങി. ഞങ്ങളല്ലേ പറഞ്ഞ അവിടുന്ന് ഇവിടുന്ന് കിട്ടുന്നത് ഇവിടെ കൊണ്ടുവരുന്നു. കളഞ്ഞ മോന് വേണം, നിങ്ങൾ പാറ്റുണ്ടാക്കിക്കോ. തങ്കം, തങ്കം ചേച്ചി, എന്തായി? എന്താ വിശേഷം? എന്ത് വിശേഷം? മോൾക്ക് സുഖമില്ല. സാരമില്ല, ദൈവമെല്ലാം ശരിയാക്കി തരും. ചേച്ചി ഞങ്ങളിങ്ങനെ പറയുമായിരുന്നു കൊച്ചിന്റെ കാര്യം. എന്ത് ചെയ്യാനാ, ദൈവം ഓരോന്ന് വിധിച്ചതല്ലേ. അതെ, ഇപ്പൊ ഭയങ്കര വിഷമം. പിന്നെ ഭയങ്കര ക്ഷീണമൊക്കെ ഉണ്ട് അവർക്ക്. ഇതെങ്ങനെ മനസ്സിലായി? ഇവിടെ വീടിന്ന് ഇങ്ങോട്ട് വന്നിട്ടില്ല? ഞങ്ങളുടെ ബന്ധു റൊണാൾഡോ ഇല്ലേ വർക്ക്ഷോപ്പ് നടത്തുന്ന, അദ്ദേഹം പറഞ്ഞായിരുന്നു തങ്കം എന്നെ തിരക്കിയെന്ന്. രാവിലെ വീട്ടിൽ വന്നായിരുന്നു. വീട്ടിലല്ലേ? ഞാൻ തിരക്കിന്ന് പറഞ്ഞു. ആ ശരിയാ, ഞാൻ തിരക്കിയായിരുന്നു. വാ 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 ഇരിക്കേ. നല്ല വെയിലായിരുന്നല്ലേ?
പിന്നെ ഞങ്ങള് മറ്റേ ഫോണിൽ കണ്ടായിരുന്നു പരസ്യം. കൊച്ചിനിപ്പോ എങ്ങനെ ഉണ്ട്? മോക്ക് നല്ല ക്ഷീണമുണ്ട്. ഹാർട്ടിന്റെ അസുഖമല്ലേ, ഗുളികയൊക്കെ ഭയങ്കര വിലയാണ്. ചിലപ്പോ അത് കഴിക്കുന്നോണ്ടും കൂടെ ആയിരിക്കും ഭയങ്കര ക്ഷീണം. ഭയങ്കര ക്ഷീണമാ. ഭക്ഷണമൊക്കെ കഴിക്കൂ? ഭക്ഷണം കുറേശ്ശെ കഴിക്കും. പിന്നെ സ്കൂളിൽ ഞാൻ കൊണ്ടാക്കും, വിളിച്ചുകൊണ്ടുവരും. സ്കൂളിൽ പോകുന്നുണ്ടല്ലേ? ഞാൻ കൊണ്ടാക്കി വിളിച്ചുകൊണ്ടുവരും. ഞങ്ങള് കൊച്ചിന്റെ ഫോട്ടോ കണ്ടായിരുന്നു, ഇവരെ ചികിത്സാ സഹായത്തിന് ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ? ആരെങ്കിലും സഹായിക്കുന്നുണ്ടോ? പൈസ സഹായിക്കുന്നില്ല, ഒരു പൈസയും കിട്ടുന്നില്ല. അപ്പൊ എല്ലാവരും പറഞ്ഞു ഇഷ്ടം പോലെ പൈസയൊക്കെ വരുന്നുണ്ടെന്നാണല്ലോ. പൈസയൊക്കെ വരുന്നുണ്ട്, പക്ഷെ അദ്ദേഹം ഒന്നും തരത്തില്ല. അദ്ദേഹം ഈ കുഞ്ഞിന് സുഖമില്ല എന്ന് പറഞ്ഞ് പരസ്യം ഇട്ടിട്ട് എല്ലാ പൈസയും വാങ്ങിയെടുക്കുക കുടിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഈ ചേട്ടന്റെ അക്കൗണ്ട് നമ്പർ കൊടുത്തേക്കുന്നു? അതെ. അയ്യോ ദൈവമേ, അപ്പൊ ഈ ഗുളികയൊക്കെ എങ്ങനെ മേടിക്കും? പിന്നെ അയൽവക്കക്കാരൊക്കെ സഹായിച്ചിട്ടാ ഞാൻ വാങ്ങിക്കുന്നത്. ദൈവമേ, ഈ പൈസ അയക്കണവരൊക്കെ ഇതൊക്കെ അറിയണുണ്ടോ? ചേച്ചി ഒരു പണി, പോലീസ് സ്റ്റേഷനിൽ കൊണ്ടൊരു കംപ്ലൈന്റ് എഴുതി കൊടുക്ക്. അതിന് അദ്ദേഹം എന്നെയും കുട്ടികളെയും ഭയങ്കരമായിട്ട് ഉപദ്രവിക്കും. അത് പേടിച്ചിട്ടാ ഞാൻ കംപ്ലൈന്റ് ഒന്നും കൊടുക്കാതിരിക്കുന്നത്. ഇതെന്താ വെള്ളരിക്കാൻ പൊട്ടണോ? അവനങ്ങോട്ട് ഉപദ്രവിക്കാൻ വരുമ്പോഴത്തേനും കൈ കെട്ടി നിൽക്കാതെ നല്ലത് അങ്ങോട്ട് പെപ്പടം വെച്ചു കൊടുക്കണം. ഈ വയ്യാത്ത കൊച്ചിനെ അടിക്കുവോ? അടിക്കും. സാമദ്രോഹി, എന്തൊരു മനസ്സാന്നൊക്കെ. എനിക്ക് പേടിയ എന്നും ഇങ്ങനെ പേടിക്കണത്? പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്റെ പൊന്നേച്ചി. പേടിച്ചോണ്ടിരുന്ന അതേ നടക്കുള്ളൂ. കുറച്ചൊക്കെ ധൈര്യം നമ്മൾ കഴിക്കാൻ എടുക്കാം. നീ നമുക്കൊന്ന് കനകനോട് പറയാടി കാര്യമായിട്ട്. വളരെ മോശമായി പോയി. ഒരു കാര്യത്തിന്റെ നിജസ്ഥിതി അറിയാതെ ആരെയും കുറ്റപ്പെടുത്താൻ പാടില്ല. അതാണ് സാമാന്യ മര്യാദ. അവനൊരു കാര്യം എന്ന് പറഞ്ഞു, ഉടനെ അവന്റെ മുകളിൽ കയറി എല്ലാം കൂടെ അങ്ങ്. അതാണോ വേണ്ടത്? ഇപ്പൊ എന്തായി ആലോചിച്ച്, സത്യമല്ലേ? സത്യമാണോ അല്ലേ? കേട്ടപ്പോ ഞങ്ങൾക്ക് അങ്ങനെ തോന്നി. അങ്ങനെ അങ്ങ് തോന്നുമ്പോ അങ്ങനെ അവനെ കുറ്റപ്പെടുത്താൻ ആരും ചോദിക്കാൻ പറയാൻ ആളില്ലേ? ഏട്ടൻ ഇത് ആദ്യം കേട്ടപ്പോഴത്തേക്ക് ഏട്ടൻ എന്താ ചെയ്തത്? ദേഷ്യപ്പെട്ടില്ലേ? ആരുടെ ദേഷ്യപ്പെട്ടു? റൊണാൾഡോ അച്ചാച്ചനോട്. ഞാൻ ദേഷ്യപ്പെട്ട? ഇവിടെ ഇരുന്ന് നീയല്ലടാ ദേഷ്യപ്പെട്ടത്. അത് വസ്തുത. അവൻ അറിയാത്ത ചില കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. നീ അങ്ങനെ കേട്ടിട്ടുണ്ടെങ്കിൽ അതങ്ങനെയാണ്, ഇങ്ങനെയാണ്, അത് പറഞ്ഞു കൊടുക്കണ്ടേ നമ്മള്? ഓ, ഈ പറഞ്ഞു കൊടുത്തത് വസ്തുതയാ? ഞാൻ കാര്യങ്ങൾ, എന്റെ മുഖം എങ്ങനെയല്ലേ ഇരിക്കുന്നത്? ഞാൻ കാര്യം പറഞ്ഞു. ഇപ്പൊ നിങ്ങൾക്ക് ദേഷ്യപ്പെടാൻ തോന്നുന്നുണ്ടോ? അതെന്റെ കുഴപ്പമില്ല. എന്റെ മുഖം എങ്ങനെ ഇരിക്കുന്നത്? എന്റെ ജോലി എങ്ങനെയാണ്? ഞങ്ങള് വഴക്ക് പറഞ്ഞു, നീയും വഴക്ക് പറഞ്ഞു. ഞാൻ വഴക്കൊന്നും പറഞ്ഞില്ല. ഏട്ടൻ അപ്പൊ പറഞ്ഞത് വസ്തുതയാണെങ്കിൽ ഞങ്ങൾ പറഞ്ഞതും വസ്തുത. നിങ്ങൾ കുറ്റപ്പെടുത്തലും എന്റേത് വസ്തുതയും. ശരി, സമ്മതിച്ചിനി അങ്ങനെ തന്നെ. പക്ഷെ വേറൊരു കാര്യം പറയാണ്, ഇപ്പൊ ദൈവത്തെ ഓർത്ത് ആ ചേച്ചി വന്നതും ഇങ്ങനെ നമ്മൾ ഇതൊക്കെ അറിഞ്ഞ കാര്യം അവനോട് പറയരുത്. ഞാൻ പറയും. പറയല്ലേ ഏട്ടാ, പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. ചെവിതാല കേൾക്കാൻ പറ്റൂല. പിന്നെ പറയരുത്. എന്നെ എന്തായാലും ഇതിന്റെ ഇടയിൽ വലിച്ചടക്കരുത്. എനിക്കൊരു താല്പര്യമില്ല. ഈ നുണയും കുണ്ടടിയായിട്ട് എനിക്ക് താല്പര്യമില്ല. ഞാനൊരു കാര്യം ചെയ്യട്ടെ, നിന്റെ പേര് കനകൻ എന്ന് മാറ്റിട്ട് ഹരിചന്ദ്രൻ ഇടട്ടെ? അത് പറ്റുമോ? ഇത് വലിയ ശല്യമായിട്ടുണ്ടല്ലോ. ഇത് നമ്മള് നിജസ്ഥിതി അറിയാൻ സംസാരിക്കരുത്. വെറുതെ കുറ്റപ്പെടുത്തരുത് ഒരാളെ. അപ്പൊ അവൻ നിഷ്കളങ്കമായിട്ടൊരു കാര്യം എന്ന് പറഞ്ഞു, അപ്പൊ അതിന് ആ അർത്ഥത്തിൽ എടുക്കുക. എന്തെങ്കിലും ചെയ്യാൻ പറ്റും നമ്മൾ ചെയ്തു കൊടുക്കുക. അല്ല, ആ ചേച്ചി പാവട്ടാ. ആ ചേച്ചി വന്നപ്പോഴത്തേക്കും ഞാൻ പിള്ളേരുടെ കുറച്ച് ഡ്രസ്സൊക്കെ കൊടുത്തു വിട്ടു. അത് നല്ല കാര്യം. എന്തോ പോയില്ലേ? പണിയില്ലായിരുന്നോ? പണി ഇപ്പൊ വരും, പണി വരും. പിന്നെ അന്ന് കൊണ്ടുവന്ന് അമ്പഴങ്ങ അച്ചാറിരുന്നോ? പുറങ്ങാവളെന്ന് കൊണ്ടുവന്ന്. അതൊക്കെ എന്നേ തീർന്നു. എന്ത് നാരങ്ങാച്ചാറുണ്ട്? വേണ്ട, നാരങ്ങ അച്ചാറാകുമ്പോഴേ പെട്ടെന്ന് കഴിച്ചാൽ ദഹിക്കും. അത് ഇവിടെ ആരെങ്കിലും പുറത്തുനിന്ന് വന്നായിരുന്നോ? ഒന്നില്ലേ? മറ്റേ തങ്കച്ചേട്ടത്തിന്റെ കൂട്ടുകാരി സർലെന്ന് പറഞ്ഞവരെ കാണും. അവരെന്താ ഇവിടെ വരുന്നത്? അല്ല, ഇതിലേക്കടെ കാണാൻ പോന്നുണ്ടായിരുന്നോ? അത് ഇതുവരെ വിട്ടില്ലേ ചേച്ചൻ? അല്ല, അത് വിട്ട്. അതപ്പോഴേ വിട്ട്. നമ്മളെന്തിനാ വെറുതെ പറയുന്നത്? അതിന് അവരൊന്നും ഇങ്ങോട്ട് വന്നൊന്നുമില്ല. ഇല്ലേ? ശരി. ഞാനും ചേച്ചിയും കൂടെ നാളെ എങ്ങനെ അവരുടെ വീട്ടിലോട്ടൊന്ന് പോകാന്ന് പറഞ്ഞോണ്ടിരിക്കുക. ആ കൊച്ചിനെ ഒന്ന് കാണാൻ. നല്ലതാ. അവരുടെ വീട്ടിലോട്ട് ഏത് വഴിയായിരുന്നു അച്ചാച്ച പോണത്? ജംഗ്ഷനിൽ നിന്ന് പോകുമ്പോഴല്ലേ? അവിടെ അങ്ങനെ കണ്ട പോട്ടെ. നാരങ്ങാച്ചാർ വേണ്ടല്ലേ? വേണ്ട. അവിടെ തന്നെ അതുകൊണ്ട് അവിടെ പോണം. അയ്യോ, ഞാൻ വർക്ക്ഷോപ്പിൽ ഇങ്ങനെ സ്പാനർ ഇങ്ങനെ കറക്കി 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 പോകുന്ന ആ ഒരു ഓർമ്മയിലേ പോയി. അല്ല, ഒരു ലില്ലിപ്പെണ്ണ് അങ്ങോട്ടും ഇങ്ങോട്ടും കാണാൻ മാറിയപ്പോഴെങ്ങനെ ആരെങ്കിലും വന്നില്ല? വന്നിട്ടില്ല. വന്നാരെന്ന് അറിയായിരുന്നു.
തക്കടു ഇവിടുന്ന് ഏതെങ്കിലും ആന്റിമാര് വന്നു? ആന്റിയാ? ഇല്ല. എന്നാ ആലോചിച്ച് നോക്ക്, ഏതെങ്കിലും ആന്റി ഇവിടെ വന്നോ? ഇല്ല. ആരും വന്നില്ല. ഇല്ല. നീ ഫുൾ ടൈം ഇവിടെ ഉണ്ടായിരുന്നു? ഇവിടെ അങ്ങനെ ഒരാളെ വന്നിട്ടില്ല. എന്താ റൊണാൾഡേ? ഞാൻ ഇവിടെ പഠിത്തത്തിലെ കണക്ക് നന്നായിട്ട് നോക്കി 2 2 4 എഴുതും. അതൊന്നുമില്ല. ഏതെങ്കിലും ആന്റി വന്നോ ചോദിക്കായിരുന്നു. ആന്റിയോ? ഏതാന്റി? അതേതാടാ, റോസ്മേരി അല്ലാതെ വേറെ വല്ല ആന്റി ഉണ്ടോ ഇനി? ഇല്ല. എപ്പോഴാ ആന്റിയോ? ആ തമ്പിയണ്ണൻ. തമ്പിയണ്ണൻ അവിടെ നാടകത്തിന് പോയിട്ട് 2 ദിവസമായി. എനിക്ക് തമ്പിയണ്ണൻ ആയിരിക്കത്തില്ല, ആരും എന്നെ വിളിച്ചല്ലോ. നീ വായിലോട്ട് നോക്കിയിരിക്കാതിരുന്ന് പഠിച്ചേടാ, പഠിക്കിരുന്ന്. എന്ത് കാണിക്കണേ? എടുന്ന് പറഞ്ഞ ഇങ്ങനെ പഴപ്പിച്ചോണ്ടിരുന്ന എങ്ങനെ എടുത്തിട്ട് വെടിയുണ്ടെന്നല്ല അതിനകത്ത് കയറിക്കുന്ന അവിടെ വെയ്യ. ഇത് കണ്ട നിന്റെ പോലീസ് യൂണിഫോം തിരിച്ചു മേടിക്കും അവര്. സത്യം. ഈ കൈ എന്റെ കയ്യിൽ പിടിച്ചേ. ഇത്രയും പേടിക്കല്ലേ കേട്ടാ. ഓ ഇതാണോ? ചേച്ചി എവിടെ കുത്തണത്? ഞാൻ കുത്തിക്കീറി കളയും കേട്ടോ. ഇവിടെ വന്നിരുന്ന് കൈ പിടിച്ച ഞാൻ നോക്കാം. ആ ചേച്ചി വരുന്നു. ആ ചേച്ചി വരുന്നെന്ന് സരള എന്ന് പറഞ്ഞില്ലേ, ആ കൊച്ചിന്റെ അമ്മ. ചൂട് കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞായിരുന്നു. ഒരു കാര്യം ചെയ്യാം, നിങ്ങൾ നാളെ രാവിലെ സ്റ്റേഷനിലേക്ക് വന്നാൽ മതി. അപ്പൊ നമുക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യാം. അതിന് അവിടെ വന്ന പുള്ളിക്കാരൻ വരുമോ? അതൊക്കെ നമുക്ക് എടുപ്പിക്കാന്നുള്ളല്ലേ ഉള്ളു. വന്നില്ല നമ്മൾ എടുപ്പിക്കും. ആരൊന്നും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. വല്ല പ്രശ്നം ഉണ്ടാവും അവിടെ വെച്ച്? എന്ത് പ്രശ്നം ഉണ്ടാവാനായിട്ട്? അത് നിങ്ങളെ ഇടിക്കുന്നൊക്കെയല്ലേ പറയാനേട്ടാ. അതൊക്കെ വന്ന് നമ്മൾ എടുത്തോളാം, കുഴപ്പമില്ല. നിങ്ങൾ പരാതി ആദ്യം കൊണ്ട് കൊടുക്കും. അതിന് പുള്ളിക്കാരൻ വരുമോ എന്തോ സാറേ? അതായി പറഞ്ഞത്. വരുന്നില്ലേ ഞങ്ങൾ വരുത്തിക്കും കേട്ടോ. നാളെ എപ്പ വരണം അവര്? രാവിലെ വരണം. രാവിലെ വന്നാൽ മതി. നീ എപ്പം നേരം അവിടെ ഉണ്ടാവും? അങ്ങോട്ട് പോലോ, രാവിലെ അങ്ങോട്ട് പോയിക്കളെ. എന്തുമാത്രം പൈസ കിട്ടിയെന്നറിയോ? ഒത്തിരി പൈസ കിട്ടി സാറേ, 1 രൂപ പോലും തരത്തില്ല. ഞങ്ങളുടെ ഈ പരസ്യമൊക്കെ വന്നപ്പോഴത്തേക്ക് ഒരുപാട് പേര് പൈസ കൊടുത്തല്ലേ. നമ്മുടെ മലയാളികളുടെ ഏറ്റവും വലിയ ഗുണം അതാണ്. നമ്മൾ മലയാളികൾ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ കുറ്റം പറയുമെങ്കിലും ഒരു ആവശ്യം വരുന്ന സമയത്ത് മലയാളികൾ എവിടെ ഉണ്ടെങ്കിലും നമ്മുടെ കൂടെ എത്തിയിരിക്കും. പ്രത്യേകിച്ചും പ്രവാസികൾ വാരിക്കൊരിയല്ലേ ഒരു ആവശ്യം വരെ അയച്ചു കൊടുക്കുന്നത്. പക്ഷെ പാവങ്ങൾക്ക് അബദ്ധം പറ്റും. ജെന്യൂൻ കേസിന്റെ കയ്യിലല്ലേ എത്തുന്ന പൈസ. അതിപ്പോ കറക്റ്റ് എങ്ങനെ അറിയാൻ പറ്റും? എടി, പൈസ അയക്കുന്നതിന് മുമ്പ് അവർ ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്. ഇതിന്റെ പേരിൽ ഇപ്പൊ ഈ കുട്ടിയുടെ ആവശ്യം, ഇതിന്റെ പേരിൽ ഏതെങ്കിലും സംഘം രൂപീകരിച്ചിട്ടുണ്ടോ, ഇത് ഓതറൈസ്ഡ് ആണോ എന്നൊക്കെ അന്വേഷിച്ചിട്ടേ പൈസ അയക്കാവൂ. ഇല്ലേ പൈസ പോകൂലേ. ഇതുപോലെ ഉണ്ടല്ലേ, കൊച്ചിന് പൈസ കിട്ടുന്നില്ലല്ലോ, അതാ പ്രശ്നം. വിഷമിക്കണം. നീ ഒരു കാര്യം ചെയ്യും, ഒരു 1000 എടുത്തു ടേബിളിന്റെ വെളിയിൽ ഉണ്ട്. സാരമില്ല കേട്ടോ. രാവിലെ നമ്മൾ സ്റ്റേഷനിലേക്ക് വന്ന ഒരു പരാതി എഴുതി കൊടുത്താൽ പുള്ളിക്കാരൻ വരുമോന്നാ സംശയം സാറേ. സാരല്ല, വിഷമിക്കണ്ട കേട്ടോ. ഇപ്പൊ അയാള് പിരിച്ചെടുത്ത പൈസ ഇല്ലേ, ചിലവായി പോകാത്ത പൈസ അയാളുടെ അക്കൗണ്ടിലുണ്ടെങ്കിൽ നമുക്ക് തിരിച്ചെടുപ്പിക്കാതെ. പിന്നെ അതൊക്കെ ഞാൻ സാറിന്റെ സംസാരിച്ചിട്ടുണ്ട്. കൊടുത്തോടെ നീ അങ്ങോട്ട് കൊടുത്താ തിരിക്കട്ടെ. ഓരോ പെണ്ണുങ്ങളുടെ അവസ്ഥയല്ലേ ചേച്ചി. ചേച്ചി ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു? ആരെങ്ങനെ ഇരിക്കുന്നു? അവൻ ഒരു കാര്യം പറഞ്ഞു, അവന് നേരെ തള്ളി പറഞ്ഞു. അത് സത്യമല്ലായിരുന്നു അവൻ പറഞ്ഞത്, മനസ്സിലായില്ലേ? ചുമ്മാ കുറ്റപ്പെടുത്തുന്ന ആൾക്കാർ. റൊണാൾഡോ നുണ മാത്രമല്ല സത്യങ്ങളും പറയുന്നു ബോധ്യപ്പെട്ടുണ്ടെങ്കിൽ ഒരു ഷൈക്കാൻഡ് തരാം. എങ്കിലും ഒരു ഷൈക്കാൻഡ് വേണം. ചുമ്മാ അങ്ങളല്ലേ. ഓ, ഇപ്പൊ സന്തോഷമായി. Aliens